രഞ്ജിത്തിന്റെ സംവിധാന മേൽനോട്ടത്തിൽ 10 സംവിധായകർ ഒരുക്കിയ കേരള കഫേ മലയാള സിനിമയുടെ നവശൈലി പ്രയാണത്തിന് വഴി തുറന്ന ചിത്രമാണ്. ഒരു സ്ക്രീനിൽ ഒരുപാട് കാഴ്ചക്കൂട്ടുകൾ സമ്മാനിക്കുന്ന സിനിമാ സമുച്ചയം എന്ന ആശയത്തിലേക്കാണ് ഡി കമ്പനിയും പേര് ചേർക്കുന്നത്. ആക്ഷൻ സ്വഭാവമുള്ള 5 ചിത്രങ്ങൾ. ജോഷി, ഷാജി കൈലാസ്, പത്മകുമാർ, ദീപൻ, വിനോദ് വിജയൻ എന്നീ 5 സംവിധായകർ. GS അനിലിന്റെ തിരക്കഥയിൽ പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ഡി കമ്പനിയിലെ ആദ്യ ചിത്രമായ ഒരു ബൊളീവിയൻ ഡയറി 1995 ഒരു പോലീസ് ഓഫീസർ തന്റെ കമാൻഡോ ഓപ്പറേഷൻ മാധ്യമങ്ങൾക്ക് വിശദീകരിക്കുന്നതിനൊപ്പമുള്ള ഫ്ലാഷ് ബാക്കിലൂടെ കഥ പറയുന്നു. ഉത്തരേന്ത്യയിലെ ചൌക്കിദാർ എന്നറിയപ്പെടുന്ന മാവോയിസ്റ്റ് ഒരു വനമേഖല തന്റെ ഒളിത്താവളമാക്കുന്നു. ചിന്നൻ എന്ന ആദിവാസി യുവാവാണ് ഇയാൾക്ക് കൂട്ട്. വയനാടൻ വനമേഖലയുടെ പശ്ചാത്തലത്തിലാണ് ബൊളീവിയൻ ഡയറി ഏറിയ പങ്കും ചിത്രീകരിച്ചിരിക്കുന്നത്. യാത്ര എന്ന ആശയത്തിനൊപ്പമാണ് കേരള കഫേ സിനിമാ സമുച്ചയം ഒരുക്കിയതെങ്കിൽ ഡി കമ്പനി വ്യത്യസ്ത പ്രമേയങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ചൌക്കിദാർ എന്നറിയപ്പെടുന്ന മാവോയിസ്റ്റിനെ സമുദ്രക്കനിയും ചിന്നനെ ആസിഫ് അലിയും അവതരിപ്പിക്കും. ആടുകളം ഫെയിം നരനും ചിത്രത്തിലുണ്ട്. ഡി കമ്പനിയിൽ രഞ്ജൻ പ്രമോദിന്റെ തിരക്കഥയിൽ ജോഷി ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലാണ് നായകൻ. ഷാജി കൈലാസിന് വേണ്ടി ദിലീപ് ചിത്രത്തിന് രാജേഷ് ജയരാമൻ തിരക്കഥ എഴുതുന്നു. വിനോദ് വിജയൻ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജാണ് നായകൻ. അനൂപ് മേനോന്റെ തിരക്കഥയിൽ ദീപൻ സംവിധാനം ചെയ്യുന്ന ഗാങ്സ് ഓഫ് വടക്കുന്നാഥനിൽ ജയസൂര്യ, അനൂപ് മേനോൻ, ഫഹദ് ഫാസിൽ, ഉണ്ണി മുകുന്ദൻ എന്നിവരാണ് കഥാപാത്രങ്ങൾ. ഡയറക്ടേഴ്സ് കട്ടിന്റെ ബാനറിൽ വിനോദ് വിജയനും 7 Arts മോഹനും ചേർന്നാണ് അരമണിക്കൂർ ദൈർഘ്യമുള്ള 5 ചിത്രങ്ങളുടെ സമുച്ചയം ഒരുക്കുന്നത്. ക്രിസ്മസിനാണ് റിലീസ്. Entertainment Desk, India Vision.